നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. യന്ത്രം മാറ്റിവെച്ച് നമ്മളെ കബളിപ്പിച്ചത് അതാരാ അമ്മേ? അതുകൊണ്ട് അവർക്ക് എന്താ നേട്ടം? മോളെ, അതിനി നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കണമെന്ന് കരുതിയവൾ തന്നെയാ സുസ്മിത. അതെ മോളെ, ഇത് ചെയ്തതും അവള് തന്നെ ആവാനേ വഴിയുള്ളൂ. മോളെ, പ്രീതിയുടെ കാര്യം സത്യാമ്മയെ അറിയിക്കണ്ടേ? അതിപ്പോ എങ്ങനെയാ? രോഹിത്തിന്റെ കാര്യം കേട്ടപ്പോ തന്നെ സത്യമ്മയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? പ്രീതിയുടെ കാര്യം കൂടി താങ്ങാനുള്ള കരുത്തുണ്ടാവോ സത്യമ്മയ്ക്ക്? ശരിയാ. ശാലിനി, എന്താ എല്ലാരും കൂടി? ഒന്നുമില്ല. പ്രീതിയെ വിളിച്ചിരുന്നോ നീ? എന്താ? ഞാൻ വിളിച്ചിരുന്നു സത്യാമ്മേ. എന്നിട്ട്? കിട്ടിയില്ല. അവിടെ സിഗ്നൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും കുറെ ട്രൈ ചെയ്തിരുന്നു. എന്താന്നറിയില്ല, ഒന്ന് കാണാൻ കൊതിയാവോ അവളെ. എന്താ രാഘവേട്ട? രോഹിത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ? രാഘവേട്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനെ വിഷ്ണുവും കൊണ്ടുവരും. ഒപ്പം പോയവരെയെല്ലാം അതേപടി തിരിച്ചെത്തിച്ചിരിക്കും വിഷ്ണു. സത്യഭാമയുടെ മകനവൻ. മരുന്ന് കഴിച്ചോ? ഞാൻ മരുന്നെടുത്ത് കൊടുക്കട്ടെ. ഇതെന്താ ചെയ്യാ? യന്ത്രോ? ഇത് ശിവക്ഷേത്രത്തിൽ തന്നെ സ്ഥാപിക്കണം മോളെ. എങ്കിലും പ്രീതിയുടെ ദോഷം മാറും. അപ്പൊ അത് കണ്ടെത്തിയോ? പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിലേക്ക് അമ്മ തന്നെ ഇത് കൊണ്ടുപോവാം. അയ്യോ, അമ്മ തനിച്ച്? സാരമില്ല മോളെ, പ്രീതിക്ക് വേണ്ടിയല്ലേ. ഒരു പിഞ്ചു കുഞ്ഞ് അനാഥയാവരുത് മോളെ. തൽക്കാലം സത്യാമ്മ ഈ കാര്യം അറിയണ്ട. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും. ചില കാര്യത്തില് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതാ യന്ത്രം സ്ഥാപിച്ച് തരാം ശാരദാമ്മ, ഞാൻ നിങ്ങളെ കൊണ്ട്. പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ അപകടങ്ങൾ പതിവായതുകൊണ്ട് അവിടേക്ക് പോകുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് ചുറ്റും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകുന്നവരും
വരുന്നവരും അവിടെ വെച്ച് എന്തെങ്കിലും ക്രൈം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ പോലീസ് അവിടെ ഒളിക്യാമറകൾ വെച്ചിരിക്കുന്നത്. അപ്പോ അതിലെ പ്രധാന ക്യാമറയിൽ നിന്നുള്ളൊരു ഫുട്ടേജ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രോഹിത്തിന് സൂയിസൈഡ് പോയിന്റിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് ആ CCTV ഫുട്ടേജിലുണ്ടാവും. ആ ഫുട്ടേജ് ഈ പെൻഡ്രൈവിലുണ്ട്. സൂയിസൈഡ് പോയിന്റിൽ നടന്ന ദൃശ്യങ്ങൾ. എന്താ എന്താ മോളെ? എന്താ? വെള്ളം. ദാ. സുസ്മിതേ, നീയാകെ ഭയന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഞാൻ ആ സംഭവം വീണ്ടും ഓർത്തുപോയി. ഇനി ഓർമ്മിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല സുസ്മിതേ. ദൃശ്യങ്ങൾ മുഴുവൻ നമ്മളായി കിട്ടിയില്ലേ? സുസ്മിത വെള്ളം കുടിച്ച് നിരാഹാരവ്രതം അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി. രോഹിത്തിനെ പറ്റി എന്തായാലും വ്യക്തമായ തെളിവ് കിട്ടിയല്ലോ. അതെ അച്ഛാ, സുസ്മിതയുടെ ത്യാഗവും പ്രാർത്ഥനയൊക്കെ ദൈവം കാണുകയും കേൾക്കുകയും ചെയ്തതാവും. അതിന് ഈ ഫുട്ടേജ് കൊണ്ട് എന്താ കാര്യം? രോഹിത്തിനല്ലേ എനിക്ക് വേണ്ടത്. നിക്ക് സുസ്മിതേ, രോഹിത്തിന് സംഭവിച്ച എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? എന്താ നടന്നെന്ന് അറിയണമെന്ന് പറഞ്ഞാ എന്നെ അവിശ്വാസം ഉള്ളത് പോലെയല്ലേ? ഞാനാണ് രോഹിത്തിനെ. നീ എന്ന് അടങ്ങു സുസ്മിതേ. അവിടെ എന്താ നടന്നെന്ന് കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ ഭാമാൻഡി, എന്നെ അപമാനിക്കുന്നതിന് തുല്യല്ലേ ഇത്? മോളെ, അങ്ങനെ നീ കരുതല്ലേ. അത് കാണുന്നതിലൊരു തകരാറുമില്ലെന്ന് എന്റെ അഭിപ്രായം. നമുക്ക് രോഹിത്തിനെ കണ്ടെത്തുന്നതിനും അത് സഹായിച്ചേക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.